ഈയിടെയായിട്ട് ഞാൻ ചെയ്യുന്ന ആർട്ട് വർക്കൊക്കെ കുറച്ച് വല്ലാണ്ട് സിമ്പിളായി പോകുന്നുണ്ടോ തോന്നിയപ്പോൾ ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്യാനാണെങ്കിൽ വല്ലാത്തൊരു മടി തോന്നിയുണ്ട്. ഞാൻ സ്കെയിലൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഇത് തുടങ്ങിയിട്ടുള്ളത്. സംഭവം കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ കുറച്ചും കൂടി ഭംഗിയാവട്ടോ. നമ്മളൊരു സെന്റാങ്കിൾ ആർട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഡിവിഷൻ കൊടുത്തു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചെടുത്തിട്ടുള്ളത് പെൻസിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ആ ഒരു ഔട്ട്ലൈനിന്റെ ബോർഡർ വെച്ചിട്ട് നമ്മൾ പെന്ന് വെച്ചിട്ട് ഇതേപോലെ കുറെ അധികം സ്ട്രൈപ്സ് വരച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ട്രയാങ്കിളിലും ഫില്ല് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വരച്ച ഓരോ സ്ട്രൈപ്സിനെയും ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ആർട്ട് ഞാൻ ഈ വരയ്ക്കണ പോലെ സ്ട്രൈപ്സ് അടുത്തടുത്ത് വേണമെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ ഗ്യാപ്പ് വിട്ടിട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. രണ്ട് ഡിഫറെന്റ് പാറ്റേൺ ആയിട്ടാണ് കേട്ടോ റിസൾട്ട്സ് കിട്ടുക. ഇത് ചെയ്യാനുള്ള സ്റ്റെപ്സും ഈസിയാണ്. അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു പെന്ന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാറായ അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഇതേപോലെ ഓരോ ലൈനെയും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.